ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. ഭൂമിയിൽ കാണുന്ന ഭഗവത് സ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം എന്നുള്ളത്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. അതായത് ഭഗവാൻ കൃഷ്ണന്റെ പ്രത്യക്ഷ സ്വരൂപം തന്നെയാണ് ഭാഗവതം. ഭാഗവതം പറയുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ ഈ ജന്മം തന്നെ നമുക്ക് വൈകുണ്ഠ പ്രാപ്തി ഉണ്ടാകുന്നു. ദേവർഷിയായ നാരദ മഹർഷിക്ക് പിതാവായ ബ്രഹ്മദേവനാണ് ആദ്യം ഭാഗവതം ഉപദേശിക്കുന്നത്. എന്നാൽ സപ്താഹ ശ്രവണവിധി, അതായത് നമ്മൾ ഇന്ന് അമ്പലങ്ങളിലൊക്കെ കാണുന്ന പോലെ ഭാഗവതം 7 ദിവസം കൊണ്ട് പാരായണം ചെയ്തു നൽകുക, അങ്ങനെ ഒരു സമ്പ്രദായം ദേവർഷിക്ക് നാരദ മഹർഷിക്ക് ഉപദേശിച്ചത് സനകാദിത്യ ഋഷീശ്വരന്മാരാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഭാഗവതം കേൾക്കാൻ തോന്നണമെന്നില്ല. കാരണം ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേ. അനേകം ജന്മങ്ങളുടെ പുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭാഗവതം കേൾക്കാനുള്ള അധികാരം ഭഗവാനിൽ നിന്ന് ലഭിക്കൂ എന്നാണ് ഭാഗവതം പറയുന്നത്. അപ്പോൾ ആ ഒരു മഹാഭാഗ്യത്തിനായി എല്ലാവർക്കും ഭാഗവതം കേൾക്കാനും പറയാനുള്ള ഒരു മഹാഭാഗ്യത്തിനായി നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.